ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത് ഇവൻറ്റ് ഡെലിഗേഷനെ പറ്റിയാണ്. സാധാരണ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് 3 ബട്ടണുണ്ട്, ഇതിൽ ആക്ഷനൊന്നുമില്ല. ഇപ്പോൾ ഈ 3 ബട്ടൺ ഇവൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ആക്ഷനൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഇവൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു പേരൻ്റ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തോട്ട് ഈ ബട്ടണുകളെല്ലാം ആക്കുക. ഇപ്പം ഈ ബട്ടണുകളൊക്കെ ഈ ഡിവിൻ്റെ ചൈൽഡായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ ഡിവിനൊരു ഐ ഡി കൊടുക്കുക. ഇവിടെ പി ഡിവ് എന്ന് പറയുന്നത് പേരൻറ്റ് ഡിവിന്. ഇപ്പം നമുക്ക് കാണാം, ഈ പേരൻറ്റ് ഡിവിനകത്താണ് ഈ 3 ബട്ടൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് ഇവൻറ്റ് ഡെലിഗേഷൻ പ്രകാരം നമുക്ക് ഈ പേരൻറ്റിന് മാത്രം ഇവൻറ്റ് എഴുതിയാൽ മതി. നമുക്ക് അതുവഴി ഈ ചൈൽഡ് ബട്ടണുകളെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എന്നാൽ ഇവൻറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക. നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പി ഡി എന്ന് പറഞ്ഞ്. പി ഡി ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലിമെൻറ്റ് ബൈ ഐ ഡി പറയുന്നു. ഇവിടെ ഐ ഡി കൊടുക്കുക. നമുക്കറിയാം പി ഡി എന്നാണ് അതിൻ്റെ ഐ ഡി. അപ്പോൾ അത് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് ഇവൻ്റ് ആഡ് ചെയ്യുക. പേരൻ്റാണ് നമ്മളിപ്പോൾ പി ഡി എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ഇവൻറ്റ് ലിസണർ എന്ന് പറയുക. എന്ത് ഇവൻ്റാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്കാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് പറഞ്ഞു അതിന് ശേഷം നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ പറയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ആരോ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവൻറ്റ് പറയുക. ഇവിടെ ഈ എന്ന് പറയുന്ന ഇവൻറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. ഇഫ് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടാഗ് നെയിം എന്നാണ് പറയുന്നത്. ടാഗ് നെയിം ഈക്വൽസ് ബട്ടൺ ആണോ, അപ്പർ കേസിൽ പറയുക. അപ്പം ഈ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇവൻറ്റ് ഒബ്ജക്റ്റ് ബട്ടൺ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ നമുക്കൊരു അലേർട്ട് പറയാം. ഇവിടെ അലേർട്ട് ഈ ഡോട്ട് ഈ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് ഒബ്ജക്റ്റാണ്. ടാർഗറ്റ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ് എന്നാണ് അതിൻ്റെ പേര് വരും. ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ബട്ടണെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്താൽ ആ ബട്ടണിൻ്റെ പേര് ഇവിടെ വരുന്നുണ്ട്. സോ ഇവൻറ്റ് ഡെലിഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായി. സെപ്പറേറ്റ് ഇവൻറ്റ് എഴുതുന്നതിന് പകരം നമ്മളൊരു പേരൻ്റ് ഉണ്ടെങ്കിൽ ആ പേരൻറ്റിൽ ഇവൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ചൈൽഡിനെ എല്ലാം നമുക്ക് ഇവൻറ്റ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.